ദേഹത്തെ കാഴ്ചയായി വയ്ക്കുന്നിതാ നിൻ മുൻപിൽ ഞാൻ യേശുവേ, എന്നും നിൻ വകയാവാൻ പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കും നീ തീരങ്ങാൻ നോക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. പ്രിയമുള്ളവരെ, നാം ഒരിക്കൽ കൂടി വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പുകാലം അനുതാപത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും സമയമാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട സമയമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മെ തന്നെ എങ്ങനെ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഗെറ്റ് റിഡ് ഓഫ് ഓൾ മോറൽ ഫിൽത്ത് ആൻഡ് ഈവിൾ. അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നാം നമുക്ക് തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഈ നോമ്പുകാലത്ത് നാം വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൂടുതൽ സമയം കണ്ടെത്തുന്നുണ്ടോ? പലർക്കും പല എക്സ്ക്യൂസസ് ഉണ്ട്. സമയക്കുറവ്. നാം നമ്മുടെ ജോലിയോ മറ്റാവശ്യങ്ങളോ മാറ്റിവെക്കാറില്ല. ഭൂമി ഉണ്ടായപ്പോൾ തുടങ്ങി ഒരു ദിവസത്തിന് 24 മണിക്കൂറാകും. അതിന് മാറ്റമില്ല. നമ്മുടെ ജീവിതത്തിൽ പലതിനും പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. എന്നാൽ തിരുവചന ധ്യാനത്തിനും നാം സമയം കണ്ടെത്തണം. അതിലെ വിലയേറിയ മുക്തികൾ നമ്മുടെ ഹൃദയത്തിലാക്കണം. ഇത് നമ്മെ എല്ലാ പ്രതികൂല അവസ്ഥയും തരണം ചെയ്യുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി പറയുകയാണ്. എൻ്റെ കീമോതെറാപ്പി സമയത്ത്, വെയിനിൽ കൂടി മരുന്നുകൾ കയറ്റുന്ന സമയത്ത് വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് ദൈവം എൻ്റെ മനസ്സിൻ്റെ സ്ക്രീനിൽ ആശ്വാസവചനങ്ങൾ ഫ്ലാഷ് ചെയ്ത് കാണിക്കുമായിരുന്നു. അങ്ങനെ ദൈവം എന്നെ ശക്തിപ്പെടുത്തി. തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ വളരുവാൻ നാം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. നല്ല നിലത്ത് വിതച്ച വിത്താണ് 30, 60, 100 മേനിയായി വിളഞ്ഞത്. നാം പ്രാർത്ഥനയോടും അനുതാപത്തോടും തിരുവചനം സ്വീകരിക്കുവാൻ ഒരുങ്ങണം. എല്ലാ നല്ല ദാനങ്ങളുടെയും ദാതാവാണ് നമ്മുടെ ദൈവം. ഈ നോമ്പുകാലത്ത് നമ്മുടെ ആത്മാവിനെ, അതായത് മൈൻഡ്, ബോഡി ആൻഡ് സോളിനെ ഏകീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങണം. അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം തലവണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഒരിക്കൽ കൂടി ഒരു നോമ്പ് കാലത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ അങ്ങ് കൃപ തരണമേ. വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യാഗപീഠത്തിൽ നാഥാ, ഞാൻ സമസ്തം നിൻ സ്വന്തം, നിന്റേതായി കാത്തിടുക.
വിശ്വാസം പീഠത്തിൻ മേലെന്നെ ഞാൻ വെച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീയിറങ്ങാൻ നോക്കുന്നു. യേശുവേ രക്ഷകാ, നിൻ നാമം എന്നാശ്രയം. രക്ഷയ്ക്കായി നോക്കുന്നിതാ, നിൻമൊഴി എൻ ശരണം. പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീയിറങ്ങാൻ നോക്കുന്നു. പാപത്തിനധികാരം തന്നിൽ നിന്നു വിട്ടു എൻ അംഗങ്ങളെ നിൻ കരം തന്നിലേൽപ്പിച്ചിടുന്നേൻ. പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീയിറങ്ങാൻ നോക്കുന്നു. ദൈവസേവ ചെയ്യുവാനും ജയമോട് പാപത്തെ കാൽക്കീഴിൽ മെതിപ്പാനും തൃക്കൈയിൽ ഏൽപ്പിക്കുന്നേ. പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീയിറങ്ങാൻ നോക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീയിറങ്ങാൻ നോക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ,